ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഒരു ഡിന്നറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൈകളിൽ ബാക്കി വരുന്ന ദോശ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ചൈനീസ് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. സോസൊക്കെ ചേർത്തിട്ടുള്ള ഡിഷസ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഡിന്നറിനും ഉപയോഗിക്കാം, ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം. വളരെ ഡെലീഷ്യസ് ആണ് കേട്ടോ ഇത്. ദോശ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും, പ്ലേറ്റ് കാലിയാക്കി തരും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബാക്കി വന്ന 3 ദോശയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വളരെ തിന്നായിട്ട് പരത്തി ഉണ്ടാക്കിയ ദോശയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച ദോശയാണ് എടുത്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്ത് നമുക്കെടുക്കാം. നമുക്കപ്പോൾ പ്രോസസ്സിലോട്ട് പോകാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. റിഫൈൻഡ് ഓയിലോ ഗീയിലോ ചെയ്യാം കേട്ടോ. ഇത് ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള കുറച്ച് വലുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യില്ല, അതുപോലെയുള്ള സൈസിലാണ് ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് സോട്ടായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് സോട്ടായാൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ചേർക്കുക. സോസ് ചേർത്തിട്ട് ഈ സവാളയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ജിഞ്ചർ ഗാർലിക് സോസിന് പകരം നിങ്ങൾക്ക് പേസ്റ്റ് ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കുക. കുട്ടികളുള്ള വീടുകളാണെങ്കിൽ എരിവ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. പച്ചമുളകിന് എരിവ് കൂടുതലുള്ളതാണെങ്കിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം. കൂടുതൽ എരിവാണെങ്കിൽ കുട്ടികൾ കഴിക്കില്ല, മുതിർന്നവർക്ക് സാരമില്ല. പച്ചമുളക് ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഡാർക്ക് സോയാ സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സോസ് ഉപയോഗിക്കാം. ലൈറ്റ് സോയാ സോസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാളയുടെ സൈസിൽ തന്നെ കട്ട് ചെയ്തതാണിത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതലങ്ങോട്ട് വഴന്ന് പോകണ്ട. ഏകദേശം 1 മിനിറ്റ് ഒന്ന് സോട്ടാക്കിയാൽ മതിയാകും. കൂടുതൽ വെന്ത് ഉടഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. തക്കാളിയൊക്കെ ഇടയ്ക്ക് നമുക്കൊന്ന് ബൈറ്റ് ചെയ്യാൻ കിട്ടണം. ആ പാകത്തിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി സോസാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി സോസും ചേർക്കാം. കുറച്ച് കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡ് ചില്ലി സോസ് ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോസൊക്കെ എല്ലായിടത്തും ആയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ആയാലും മതി കേട്ടോ. ഹോട്ട് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ ഉണ്ടെങ്കിൽ, സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കെച്ചപ്പ് ഉണ്ടായതുകൊണ്ട് ഞാൻ അതാ ചേർത്തത്. അതാകുമ്പോൾ കുറച്ചുകൂടി സ്പൈസിയുമാണ്, സ്വീറ്റുമാണ്. അതുകൊണ്ട് ഞാൻ കെച്ചപ്പ് ചേർത്തു. നിങ്ങൾക്ക് കെച്ചപ്പ് ഇല്ലെങ്കിൽ സാധാരണ ടൊമാറ്റോ സോസ് ചേർത്താലും മതിയാകും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ നേരം ഇത് കുക്കാകേണ്ട ആവശ്യമില്ല. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. പിന്നെ ദോശ നമ്മൾ ഉപ്പ് ചേർത്ത് ചുട്ടെടുത്തതാണ്. അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകും. പക്ഷെ ഞാനിതിൽ വളരെ കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്.
കാരണം സോസിനെല്ലാം നല്ല ഉപ്പുള്ളതാണ്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. ഉപ്പ് അങ്ങോട്ട് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും വളരെ കുറച്ച് ഉപ്പ് ആദ്യം ചേർത്ത് നോക്കുക. ഉപ്പ് പോരെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് തളിച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ദോശ ചേർത്ത് കൊടുക്കാം. ഞാനിതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്താലും മതിയാകും. നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ പൊടിഞ്ഞാലും ഈ കഷ്ണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഈ ദോശയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. കുക്ക് ചെയ്യണം. ഒരു 3 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യാം. അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അടച്ച് വെച്ചാലിത് കൂടുതൽ വെന്ത് അവിഞ്ഞ് പോകും. അതുകൊണ്ട് തുറന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ദോശയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. അത് കുതിർന്ന് വന്നപ്പോഴേക്കും നല്ല പാസ്ത പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കണം. കോൺ സ്റ്റാർച്ച്. ഞാനൊരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ 2 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയെടുത്ത സ്റ്റാർച്ചാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ സ്റ്റാർച്ച് ആയാൽ ഇത് വെറുതെ കുറുകി പോകും. അതുകൊണ്ട് വളരെ കുറച്ച് മതി. ഒരു ഗ്ലേസിങ് കിട്ടാനും കുറച്ചൊരു ബൈൻഡിങ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചൈനീസ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് കോൺ സ്റ്റാർച്ച് ഞാൻ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഗ്രീൻ അണിയൻ ചേർത്ത് കൊടുക്കാം. ഒരു ചെടിയുടെ ഒരു തണ്ട് മുറിച്ചെടുത്തത് മതിയാകും. കൂടുതൽ വേണമെന്നില്ല. അപ്പോൾ ആ ഒരു ഗ്രീൻ അണിയൻ ഒരു ടേബിൾ സ്പൂൺ കാണും. ഞാനൊരു തണ്ടാണ് മുറിച്ചെടുത്തത്. അത് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ പൊടിയായി അരിഞ്ഞ കോറിയാൻഡർ ലീവ്സ് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്നും അധികമൊന്നും വേണ്ട. വളരെ കുറച്ച് മതി. നമ്മളാകെ 3 ദോശയെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ കുറച്ചെടുത്തത്. അപ്പോൾ കോറിയാൻഡർ ലീവ്സ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിനൊക്കെ അധികം വേവൊന്നുമില്ല. പെട്ടെന്ന് വെന്ത് കിട്ടും. ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് പെട്ടെന്ന് വേകും. കഷ്ണങ്ങളാണെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ പെപ്പർ പൗഡർ തൂവി കൊടുക്കാം. നിങ്ങൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. കുട്ടികൾക്കാവുമ്പോൾ കുറച്ച് മതിയാകും. ചൈനീസ് ഡിഷിലൊക്കെ അവസാനം കുറച്ച് പെപ്പർ തൂവുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പെപ്പർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്കിത്. ദോശ ഉണ്ടെങ്കിൽ ഇതുപോലെ വളരെ വേഗത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സാധനങ്ങൾ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ബാക്കി വന്നതിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ദോശ പാസ്ത റെഡി ആയിട്ടുണ്ട്. ചൈനീസ് സ്റ്റൈലിലുള്ള ദോശ പാസ്തയാണ്. വളരെ ഡെലീഷ്യസ് ആണ്. കാണാനും അട്രാക്റ്റീവാണ്. കുട്ടികളൊക്കെ ഇത് കണ്ടാൽ അവർക്ക് കഴിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവുകയും അവർ കഴിക്കുകയും ചെയ്യും.
കഴിച്ച് നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.